കരനെൽ കൃഷിയുമായി ദമ്പതികളുടെ വിജയഗാഥ. റബ്ബർ തോട്ടത്തിൽ നെൽകൃഷി വിജയിപ്പിച്ച വാലാച്ചിറ നടക്കൽ NM ജോസഫിന്റെ ഭാര്യ തങ്കമ്മയാണ് കാർഷിക മേഖലയിൽ മറ്റൊരു വിപ്ലവത്തിന് ആമുഖം എഴുതുന്നത്. 1.5 ഏക്കർ കരഭൂമിയിൽ നെൽകൃഷി നടത്തി വിജയക്കൊയ്ത്തിന് തയ്യാറെടുക്കുകയാണ് ഇവർ. കുടുംബവകയായി ലഭിച്ച 1.5 ഏക്കർ സ്ഥലത്ത് റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് ചെയ്തെടുത്താണ് ദമ്പതികൾ കരനെൽ കൃഷി പരീക്ഷിച്ചത്. കടുത്തുരുത്തി കൃഷിഭവനിൽ നിന്നും സൗജന്യമായി ലഭിച്ച ഉമാ നെൽവിത്താണ് വിതച്ചത്. 300 റബ്ബർ തൈകൾക്കിടയിൽ നടത്തിയ കരനെൽ കൃഷിക്ക് വളപ്രയോഗങ്ങൾ വേണ്ടിവന്നില്ലെന്ന് ജോസഫ് തങ്കമ്മ ദമ്പതികൾ പറയുന്നു. ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ പ്രയോഗിച്ചിരുന്നു. തഴച്ചു വളർന്ന് കതിരിട്ടിരിക്കുന്ന ഈ നെല്ലിൽ നിന്ന് 50 കിൻഡൽ നെല്ല് ലഭിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൃത്യമായി പാലിച്ചാണ് കൃഷി നടത്തിയത്. ഇതുകൂടാതെ ഇവർക്ക് പയർ, പടവലം തുടങ്ങിയ പച്ചക്കറി കൃഷികളും ഉണ്ട്. കൃഷിരീതികളെ കുറിച്ചുള്ള തങ്കമ്മയുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ 2 ഇടങ്ങഴി വിതയ്ക്കാനിരുന്നപ്പോഴാണ് കൃഷിഭവനിൽ ചെന്നപ്പം ഒരു ചാക്ക് നെല്ല് വിത്ത് കിട്ടി. അപ്പം ഞങ്ങൾ ഓരോ തൊട്ടി വീതം അങ്ങനെ ഓരോ ദിവസമായിട്ട് 5 ദിവസമായിട്ട് 6 ദിവസമായിട്ട് 6 തൊട്ടി. ഏത് വിത്താണ് വെച്ചേക്കുന്നത്? ഉമ വിത്താണ് വെച്ചേക്കുന്നത്. എല്ലാം നല്ലപോലെ കിളുക്കുകയും ചെയ്തു. വിളവ് എങ്ങനെയുണ്ട്? നല്ല വിളവാണ്, നല്ല കൃഷിയാണ്. ഒരു വിത്തിനും ആദ്യം കുറച്ച് ഇങ്ങനെ ഉണങ്ങിപ്പോയെങ്കിലും ഒന്നും കുഴപ്പമില്ലാതെ ഒരു നെല്ലിന് തന്നെ 28 കണ വീതം പൊട്ടി. അവിടെ ഒരൊറ്റ എണ്ണം നിൽക്കുന്നത് 28 കണിയുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു കൃഷിയാണ്.